ഈ അധ്യാപകൻ സന്ദീപ് പാണ്ഡെക്കെതിരെയാണ് വലിയ തരത്തിലുള്ള ആരോപണം വരുന്നത്. ആദിത്യനെ ഈ അധ്യാപകൻ ഹരാസ് ചെയ്തിരുന്നുവെന്നും ഉപദ്രവിച്ചിരുന്നുവെന്നും കോളേജിലെ ഒരു വിദ്യാർത്ഥി ബന്ധുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശം ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട്. ആ ശബ്ദം ആ പാവത്തിന്റെ മേലെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? അല്ലാതെ ഒരു വഴിയില്ല. ആ പയ്യനെ നമുക്കും അറിയാവുന്ന ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളവനല്ല സന്ദീപ്. അവൻ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിച്ചെന്നൊക്കെ ഞാനും അറിഞ്ഞ്. ഉപദ്രവിച്ചെന്നും ഹർഷൻ എന്തൊക്കെയോ ഇല്ലാത്ത കഥകൾ അയാളെ തലയെ വെച്ച് കൊടുത്തു, എന്തൊക്കെയോ ഇഷ്യൂ ആക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഉണ്ട് ആളുടെ പേരിൽ കഞ്ചാവ് കേസിട്ട് കൊടുത്ത് ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, നാട്ടിൽ പോവാ, ആ രീതിക്ക് അയാൾ സംസാരിച്ച്. അവനാ പയ്യനെ അങ്ങനെയാ ടോർച്ചർ ചെയ്ത്, ഇവിടെ നിൽക്കണ്ട. അത് മാത്രമല്ല, ഇല്ലാത്ത കുറേ കേസ് എന്തോ ബാങ്കോ പിന്നെ ആശിഷോ എന്തൊക്കെ ഉപയോഗിച്ചെന്ന് എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ അയാൾ. ആ പയ്യൻ അല്ല എന്ന് പറഞ്ഞിട്ടും അവർ വിട്ടില്ല. അയാൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, നീ അത് ഉപയോഗിച്ചു, നീയാണ് പ്രശ്നം, അതാണ് ഇതാണെന്നൊക്കെ. ആ സന്ദീപ് ഇവിടുത്തെ സാറാണ്. അത് മാത്രമല്ല, വോയിസ് ഹോസ്റ്റലിന്റെ വാർഡനുമാണ്. ഈ ആരോപണ വിധേയനായ അധ്യാപകൻ മറ്റൊരു വിദ്യാർത്ഥിയെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതിന്റെ ചില ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, കുടുംബം വലിയ തരത്തിലുള്ള ആക്ഷേപമാണ് ഈ സംഭവത്തിൽ ഉന്നയിക്കുന്നത്. ഈ വിദ്യാർത്ഥി തൂങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും കാല് താഴെ സ്പർശിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പലതരത്തിൽ സംശയം തോന്നത്തക്ക സംഭവമായി ഇത് മാറുകയാണ്. കുടുംബത്തിൻ്റെ ഈ ആക്ഷേപം ഏത് തരത്തിലാണ്? നിയമപരമായി അവർ മുന്നോട്ട് പോവുകയാണോ? ഏത് രീതിയിലാണ് ഇവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നത്? സജിത്ത്, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം, അതായത് മരണം നടക്കുന്നതിന് തലേദിവസമായ ചൊവ്വാഴ്ച രാത്രി അടക്കം ആദിത്യൻ കൃത്യമായി വീട്ടിലേക്ക് വിളിക്കുകയും വീഡിയോ കോൾ അടക്കം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ആ സമയത്ത് ഇത്തരത്തിലൊരു മാനസികമായ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ട് അവനെ ഒന്നും മനസ്സിലായില്ല എന്നാണ് കുടുംബം പറയുന്നത്. അങ്ങനെ ഇത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നില്ല, അത് തങ്ങളുമായി പങ്കുവെച്ചിരുന്നില്ല എന്നടക്കം കുടുംബം പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മരണത്തിലൊരു ദുരൂഹത കുടുംബം തുടക്കം മുതൽ തന്നെ ആരോപിക്കുന്നത്. മാത്രമല്ല, അവിടെ ചെന്ന, അതായത് ഗുരുതരാവസ്ഥയിലാണ് മകനെന്നറിഞ്ഞ് പിതാവും കുടുംബാംഗങ്ങളും ബാംഗ്ലൂരിലേക്ക് എത്തിയപ്പോൾ അടക്കം നടന്ന പല കാര്യങ്ങളും സംശയമുണർത്തുന്നതെന്നാണ് കുടുംബം പറയുന്നത്. കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി, പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ അനുഭവം, അത് കേസെടുക്കാനടക്കം വളരെ താമസം എടുത്തിരുന്നു. ഒപ്പം തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു വിശദീകരണം നൽകിയില്ല. ഒപ്പം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താതിരിക്കാൻ സഹപാഠികളുടെ ഫോണ് വാങ്ങിവെച്ചു. ഒപ്പം ക്ലാസ്സുകൾ സാധാരണ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു എന്നടക്കമുള്ള പല കാര്യങ്ങൾ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതുതന്നെയാണ് ഈ കേസിൽ വളരെ ദുരൂഹതയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളും വരുന്നത്. നമുക്കറിയാം, ഈ അടുത്താണ് നിതിൻ രാജിൻ്റെ അടക്കം മരണം. അതായത് ഒരു കോളേജിൽ നിന്നും അതായത് പീഡനം നേരിടേണ്ടി വന്നു. അതിനുശേഷം ഉണ്ടായ ആത്മഹത്യ കഴിഞ്ഞ് ആഴ്ചകൾ മാത്രം പിന്നിട്ടതിന് ശേഷമാണ് ഇപ്പോൾ മറ്റൊരു മരണം, അത് ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നത്. അതിൽ പല ദുരൂഹതകളും, അത് കേരളത്തിന് പുറത്തായതുകൊണ്ട് തന്നെ പല വിവരങ്ങളും പുറത്തേക്ക് വരുന്നില്ല. മാത്രമല്ല, DK ശിവകുമാറെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കുടുംബം തന്നെ പറയുന്നുണ്ട്, ഇതിൽ പല കാര്യങ്ങളും പോലീസും മാനേജ്മെൻറ്റും ഒതുക്കി തീർക്കാനടക്കമുള്ള രീതികളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ളൊരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കുടുംബം ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ ഇപ്പം തന്നെ നടത്തിയത്. നമുക്കറിയാം, ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി നിരവധി വിദ്യാർത്ഥികൾ അവിടെ നിന്നും പഠിച്ചിറങ്ങിയവരും ഈ ഒരു അധ്യാപകൻ്റെ പീഡനം സഹിക്കവയ്യാതെ കോഴ്സ് നിർത്തിപ്പോയവരുമായിട്ടുള്ള പലരും ഈ കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ ശബ്ദ സന്ദേശമടക്കമാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് നിരന്തരമായി പീഡിപ്പിക്കുക, അതായത് പല കുട്ടികളും ലഹരി ഉപയോഗിക്കുന്നു എന്ന രീതിയിലുള്ള വിവരം മാനേജ്മെൻറ്റിനെയും അധ്യാപകരെയും അറിയിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുക. അല്ല എങ്കിൽ, അങ്ങനെ ചെയ്തില്ല എങ്കിൽ വിദ്യാർത്ഥികളെ മുൻപിൽ വെച്ചും ക്ലാസ്സിൽ വെച്ചും നിരന്തരമായി ഹറാസ് ചെയ്യുക, മാനസികമായി പീഡിപ്പിക്കുക എന്നൊരു അത്തരത്തിലുള്ളൊരു രീതിയാണ് ഈ ഒരു സന്ദീപ് പാണ്ഡ്യയെ ഉപയോഗിച്ചിരുന്നത്. അത് സഹിക്കവയ്യാതെയാണ് ഈ ഒരു മരണത്തിലേക്ക് ആദിത്യൻ എത്തിയതെന്നാണ് ഇപ്പോൾ കുടുംബവും സഹപാഠികളും പറയുന്നത്. പക്ഷേ അപ്പോൾ പോലും സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ദൃശ്യങ്ങളിലടക്കം പല അവ്യക്തതയും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സമയത്ത് വിദ്യാർത്ഥികൾ ആരും തന്നെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല. ഹോസ്റ്റൽ മുറിയിലാണ് ആത്മഹത്യ ചെയ്തത്. ആ സമയത്ത്, അതായത് യൂണിഫോം പാൻറ് ധരിച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതുമാണ്. ഒപ്പം തന്നെ ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് എത്തിയ വിദ്യാർത്ഥികളാണ് ഈ തൂങ്ങി മരിച്ച നിലയിലെ ആദിത്യനെ കാണുകയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. പിന്നീട് നടന്ന കാര്യങ്ങളിലടക്കം കുടുംബം പല രീതിയിലുള്ള സംശയങ്ങളും ഉന്നയിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളായിക്കോട്ടെ, ഈ അധ്യാപകനുമായി വന്നിട്ടുള്ള പല ആരോപണങ്ങളായിക്കോട്ടെ, ഇതെല്ലാം പല രീതിയിലുള്ള കാരണങ്ങളായി ഇപ്പോൾ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ആദിത്യൻ എന്ന വിദ്യാർത്ഥി ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു, വലിയ രീതിയിലുള്ള ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും, അതായത് റാഗിങ് പോലെയുള്ളൊരു വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, ഒരു വർഷം കഴിഞ്ഞ സമയമാണ് ഇപ്പോൾ പെട്ടെന്ന്
ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ എന്ത് കാരണമാണ് ഉണ്ടായത്, മാത്രമല്ല ഈ ദുരൂഹത, അതായത് മരണത്തിന് പിന്നിലുള്ള കൃത്യമായ കാരണം കണ്ടെത്തണമെങ്കിൽ പോലീസിന് തന്നെ സാധിക്കുകയുള്ളൂ. അതിൽ കൃത്യമായ ഒരു അന്വേഷണവും വേണം. ഈ ഒരു അധ്യാപകനെതിരെ ഉയർന്ന പല ആരോപണങ്ങളിലും മാനേജ്മെന്റ് കാണിച്ച ഒരു മൗനമാണ് ഈ ഒരു മരണത്തിലേക്ക് എത്താനും കാരണം. ഇതിനു മുൻപ് ചില വിദ്യാർത്ഥികൾ ആത്മഹത്യാ ശ്രമം അടക്കം നടത്തിയിരുന്നു. അതും ഈ ഒരു അധ്യാപകന്റെ പീഡനം സഹിക്കവയ്യാതെ എന്നാണ് ഇപ്പോൾ പല വിദ്യാർത്ഥികളും തുറന്നു പറയുന്നത്. എന്തുതന്നെയായാലും ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ഈ ഒരു കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം രണ്ട് മക്കളിലെ മൂത്ത മകനാണ് ആദിത്യൻ. അതുകൊണ്ട് തന്നെ ആ ഒരു മകനെ നഷ്ടപ്പെട്ട വേദനയിലാണ് ഇപ്പോൾ കുടുംബമുള്ളത്. സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. എന്നാലും നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ കുടുംബത്തിന്റെ തീരുമാനം. സജിത്ത്, നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും മകനെ നഷ്ടപ്പെട്ട കുടുംബത്തിൻ്റെ വേദന, അതിൽ വലിയ ആരോപണങ്ങളാണ് കോളേജ് മാനേജ്മെന്റിനെതിരെ അവർ ഉന്നയിക്കുന്നത്. അതിലിപ്പോൾ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബത്തിൻ്റെ നീക്കം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.